Good morning to all. Yesterday's class we were discussing about the different heat treatment process. അല്ലേ? ലാസ്റ്റ് നമ്മൾ നിർത്തിയത് നമ്മൾ ടെമ്പറിങ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഹാർഡനിങ് കംപ്ലീറ്റ് ചെയ്തു. ഹാർഡനിങ് എന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഹാർഡനിങ് എന്താണ് നമ്മൾ കണ്ടതാണല്ലേ. സോ വാട്ട് ഈസ് ഹാർഡനിങ്? ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വി ആർ ക്വഞ്ചിങ് ആണല്ലേ. നമ്മൾ വി ആർ ഹീറ്റിംഗ് ദി മെറ്റീരിയൽ ടു ദി ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചർ. After that, we are quenching that material so as to get the required hardness. So the microstructure what we are obtaining is martensite. അപ്പോൾ മാർട്ടൻസൈറ്റ് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ, ഹാർഡസ്റ്റ് സ്റ്റീൽ ഫോർമേഷൻ എന്ന് പറയുന്നത് മാർട്ടൻസൈറ്റ് ആണ്. സോ ത്രൂ ഹാർഡനിങ് വി ആർ ഗെറ്റിംഗ് ദി മാർട്ടൻസൈറ്റ് ഫേസ് ഓഫ് ദ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ മാർട്ടൻസൈറ്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ക്വഞ്ചിങ് ആണ് അല്ലേ. So yesterday we also have gone through the critical cooling rate. എന്താണ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് നമ്മൾ നോക്കിയതാണ്. നമുക്കറിയാം നമ്മളെ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ കർവ്, നമ്മളെ CCT ഡയഗ്രം നമുക്കറിയാം. നമുക്ക് 2 C കർവ് കിട്ടിയിട്ടില്ലേ? ആ C കർവ് നമ്മൾ ക്രോസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? C കർവ് എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തത്? 2 C കർവ് ഉണ്ടല്ലോ പാരലലായിട്ട്. C കർവ് പ്ലോട്ട് ചെയ്ത് തന്ന ഒന്ന് ബെയ്നേറ്റ് സ്റ്റാർട്ട് കർവ് ആണല്ലേ. ബെയ്നേറ്റ് ഫോർമേഷൻ പെർലൈറ്റ് ഓർ ബെയ്നേറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് കർവ് ആണ്. സെക്കൻഡ് C കർവോ ബെയ്നേറ്റ് ഓർ പെർലൈറ്റ് ഫോർമേഷൻ എൻഡ് ഓർ ഫിനിഷ് കർവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൂളിംഗ് റേറ്റ് വളരെ കുറവാണ്. അതായത് സ്ലോ കൂളിംഗ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 2 കർവും ക്രോസ് ചെയ്തിട്ടാണ് നമ്മളെ ഈ കൂളിംഗ് പോകുന്നത്. ഓക്കെ, സ്ലോ കൂളിംഗ് ആണ്. സോ എന്ത് പറ്റും? ലെഫ്റ്റ് സൈഡിൽ ഓസ്റ്റനേറ്റ് വിൽ ഗെറ്റ് സഫിഷ്യന്റ് ടൈം ടു കൺവേർട്ട് ടു പെർലൈറ്റ് ഓർ ബെയ്നേറ്റ്. സോ യെസ്റ്റർഡേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്. ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഫിഗറിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് വരുന്നത് എന്താണ്? നമ്മളെ ഈ ഒരു ഭാഗത്തെ കൂടി അല്ലെ. സോ ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ദി ബെയ്നേറ്റ് ഓർ പെർലൈറ്റ്. ഈ ബെയ്നേറ്റ് ആൻഡ് പെർലൈറ്റ് ഫോർമേഷൻ എവിടെയാണ്? ഈ C കർവിന് ഒരു നോസ് ഉണ്ടല്ലേ. C കർവിന്റെ നോസ് ഇപ്പൊ ഞാൻ പറഞ്ഞ C കർവിന് ഒരു നോസ് ഉണ്ട്. ഏകദേശം എവിടെ വരുന്നത്? അബൌട്ട് 540 ഡിഗ്രി സെൽഷ്യസിലാണ് C കർവിന്റെ നോസ് വരുന്നത്. വി നോ ദാറ്റ് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ഓസ്റ്റനേറ്റ് ഫേസ്. ഗാമയാണ് ഈ ഭാഗത്തൊക്കെ ഗാമയാണ് ഉള്ളത് അല്ലെ. സോ വെനെവർ വി ആർ ഗോയിങ് ടുവേർഡ്സ് ദ റൈറ്റ്, അതായത് ടൈം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അത് ഈ C കർവിന്റെ മുകളിൽ, അതായത് C കർവിന്റെ നോസിന്റെ മുകളിലുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് കിട്ടുന്നതാണ് പെർലൈറ്റ്. ഓക്കെ, ബിലോ 540 ഡിഗ്രി സെൽഷ്യസ് ആ നോസിന്റെ ബിലോ ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നതാണ് ബെയ്നേറ്റ്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിൽ ഈ കൂളിംഗ് വിൽ ബി വെരി സ്ലോ. ഓക്കെ, സോ ഈ ഓസ്റ്റനേറ്റ് ഫേസ് അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ അതാണ് നമ്മൾ C കർവിന്റെ ബിഫോർ ആയിട്ടുള്ള ലൈൻ. ഓക്കെ, ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിൽ നമുക്ക് the cooling rate will be very fast. ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിൽ വെരി ഫാസ്റ്റ് ആയിരിക്കും കൂളിംഗ് റേറ്റ്. അതായത് നമ്മൾ ഗാമ ഫേസ് ഈ 2 C കർവും ക്രോസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ ഉണ്ടാകുന്ന നമുക്ക് എന്താണ്? ഓസ്റ്റനേറ്റ് ഫേസ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, സോ ആക്ച്വലി that cooling rate, that substance will be crossing the martensite phase. Martensite phase എവിടെയാണ്? ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ മാർട്ടൻസൈറ്റ് ഉണ്ടല്ലേ. MS martensite start. Okay, the M90, that means 90% martensite formation. So actually in hardening, the cooling it such a rapid that the austenite will be converted into martensite. So sudden quenching ആണ്, dipping ആണ് അല്ലെ. സഡൻ quench ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ assume a cylindrical rod. നമ്മൾ ലേത്ത് മെഷീൻ കണ്ടതാണല്ലേ ഫസ്റ്റ് ഇയർ. ലേത്ത് മെഷീനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മൈൽഡ് സ്റ്റീൽ റോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു റോഡാണ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. സോ ആ റോഡിനെ നമ്മൾ ഒരു ഓസ്റ്റനൈറ്റ് റേഞ്ചിലേക്ക് ഹീറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ആർ ഡിപ്പിംഗ് ഇറ്റ് ഇൻ എ സൊല്യൂഷൻ ഓഫ് വാട്ടർ ഓർ ബ്രൈൻ ഓർ ഓയിൽ. അപ്പൊ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? ക്വഞ്ചിങ് പ്രോസസ് നടക്കും. ദാറ്റ് സബ്സ്റ്റൻസ് വിൽ ഗെറ്റ് ഹാർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഔട്ടർ സർഫസ് വിൽ ബി കം ഇൻ കോൺടാക്ട് വിത്ത് ദി സൊല്യൂഷൻ അല്ലെ. അപ്പൊ ഔട്ടർ സർഫസ് ആയിരിക്കും ആദ്യം ഹാർഡൻ ചെയ്ത് വരിക അല്ലെ. അതിനുശേഷമായിരിക്കും അതിന്റെ ഇന്നർ കോറിലേക്ക് അതിന്റെ ഹാർഡ്നെസ് കയറി പോകുന്നത്. സോ ഈ സഡൻ കൊഞ്ചാകുമ്പോൾ ഔട്ടർ സർഫസ് ഫസ്റ്റ് ഹാർഡൻ ചെയ്ത് തുടങ്ങി. സോ ദാറ്റ് ഔട്ടർ സർഫസ് ഇറ്റ് വിൽ കോൺട്രാക്ട് അല്ലെ. നമുക്കറിയാം എപ്പോഴും അത് തണുക്കുന്ന സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ കോൺട്രാക്ട് ചെയ്യും.
അല്ലെ? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യും. സോ whenever we dip it in a cold solution water, whenever we quench it, the outer surface will begin to contract. പക്ഷെ നോക്കി അതിന്റെ ഇന്നർ കോറിൽ എന്താണ്? സ്റ്റിൽ ഓസ്റ്റനേറ്റ് ഫേസ് ഈസ് ദെയർ ഇൻ ദ ഇന്നർ കോർ അല്ലെ? അവിടെ അത് ഹോട്ട് ഫേസിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. ഔട്ടർ പെരിഫറൽ സർഫസിൽ മാത്രമാണ് ഇപ്പൊ എന്താണ് നമ്മൾ ക്വഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് അവിടെ അത് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ഔട്ടർ സർഫസിൽ ഒരു കോൺട്രാക്ഷനും ഇന്നർ സർഫസിൽ ഒരു എക്സ്പാൻഷനും വന്നു അല്ലെ? അപ്പൊ അവിടെ എന്തുണ്ടാവും? റെസിഡ്യുവൽ സ്ട്രെസ്സസ് ഉണ്ടാവും. അവിടെ ടെൻസൈൽ സ്ട്രെസ്സും അതുപോലെ കംപ്രസീവ് സ്ട്രെസ്സും ആക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ്, അത് അതിന്റെ കമ്പൈൻഡ് എഫക്റ്റിനെയാണ് നമ്മൾ റെസിഡ്യുവൽ സ്ട്രെസ്സസ് പറയുന്നത്. സോ റെസിഡ്യുവൽ സ്ട്രെസ്സസ് അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ റെസിഡ്യുവൽ സ്ട്രെസ്സസ് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ അത്ര നല്ലതല്ല. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഡിഫറെന്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? എപ്പോഴും ഈ ഹാർഡൺ ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാവും? റെസിഡ്യുവൽ സ്ട്രെസ്സസ് ഉണ്ടാവും. ഓക്കെ, സോ വി ഹാവ് ടു റിമൂവ് ദോസ് റെസിഡ്യുവൽ സ്ട്രെസ്സസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് പ്രോസസ് ചെയ്യുന്നത്. ആക്ച്വലി മാർട്ടൻസൈറ്റ് ഫോർമേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഈ ഭാഗത്ത് മാർട്ടൻസൈറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. ബട്ട് ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ഫോർ എന്താണ്? ടെമ്പറിങ് പ്രോസസ്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്, ടെമ്പറിങ്. അപ്പൊ ഹാർഡനിങ്ങിൽ ഡിഫറെന്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ബ്രൈൻ സൊല്യൂഷൻ ആണ്. ഇറ്റ് ഇസ് സൊല്യൂഷൻ, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വാട്ടർ പ്ലസ് 10% സാൾട്ട് ലൈക്ക് സോഡിയം ക്ലോറൈഡ് ഓർ കാൽസ്യം ക്ലോറൈഡ് എക്സെട്ര. സെക്കൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ആണ്. ദെൻ വാട്ടർ പ്ലസ് ഓയിൽ, ദെൻ മോൾട്ടൺ സാൾട്ട് ബാത്ത്. അങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ പോകുന്നത് അല്ലെ? ഹൈറ്റ് ടു ദ ലോവസ്റ്റ് കൂളിംഗ് റേറ്റ്. ഓക്കെ, സോ ടെമ്പറിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ടു ഇംപ്രൂവ് ദ ടഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ, ടു മേക്ക് ദ മെറ്റീരിയൽ സംവാട്ട് ഡക്റ്റൈൽ. So tempering is, in one word, it is a softening process. Actually, tempering will accompany by the hardening process. എപ്പോഴും നമ്മൾ ഹാർഡനിങ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ടെമ്പർ ചെയ്യണം. ഓക്കെ, കാരണം ഹാർഡനിങ് പ്രോസസ്സിൽ ഇതുപോലുള്ള റെസിഡ്യുവൽ സ്ട്രെസ്സസ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്താ നമുക്ക് വേണ്ട? നമ്മൾ അപ്ലിക്കേഷൻ നമുക്ക് സബ്സ്റ്റൻസ്, ഹാർഡ് സബ്സ്റ്റൻസ്, സ്ട്രോങ് സബ്സ്റ്റൻസ് വേണം. പക്ഷെ നമുക്കത് അത്രയും ബ്രിട്ടിലാവണ്ട. സോ ഹാർഡൺ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ സ്ട്രെങ്ത് കൂടും, ഹാർഡ്നെസ് കൂടും. At the same time, it will become brittle, and also there will be the formation of residual stresses. So we need to make the material to remove these residual stresses, and also we need to reduce the brittleness of the material. For that, we will take it for tempering. Okay. So the process which immediately follows the hardening. Tempering is the process which immediately follows the hardening. So what is the purpose? It is done to reduce brittleness and to improve toughness of hardened steel. It increases toughness by relieving internal stresses developed during quenching. Okay, അപ്പൊ അതിന്റെ പ്രോസസ് എങ്ങനെ നോക്കാം? ഇതിന് ടെമ്പറിങ് പ്രോസസ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഭാഗത്താണ് അല്ലെ? ഹിയർ ഈസ് ദ ടെമ്പറിങ് പ്രോസസ് ടേക്കിംഗ് പ്ലേസ്. ഇപ്പൊ ഞാൻ റൗണ്ട് ചെയ്ത് കാണിച്ച ഈ ഭാഗത്താണ് ടെമ്പറിങ് പ്രോസസ് നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഗ്രാഫിൽ നോക്കി ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സൈക്കിൾ നോക്കിയ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഹാർഡൺ ചെയ്തു. ഓക്കെ, ഹാർഡൺ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നു? വി ആർ ഹീറ്റിംഗ് ദ മെറ്റീരിയൽ ടു എ ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചർ. ആഫ്റ്റർ ദാറ്റ് വി ആർ ഹോൾഡിംഗ് ഇറ്റ് ഫോർ എ പർട്ടിക്കുലർ ടൈം. ഓക്കെ, ആ ടെമ്പറേച്ചർ, കാരണം we need to convert the complete phase into austenite. Complete material need to be converted into austenite phase. So we will hold it for a particular amount of time. After the complete conversion of each and every material into austenite phase, but we will quench it. അതുകൊണ്ടാണ് ഡയറക്റ്റ് അല്ലെ വെർട്ടിക്കൽ ലൈൻ വരാൻ കാരണം എന്താണ്? വി ആർ ഡയറക്ട്ലി ഡിക്രീസിങ് വിത്ത് നോ സെക്കൻഡ്സ് വി ആർ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ അല്ലെ? വിത്ത് നോ ടൈം വി ആർ ഡിക്രീസിങ് അല്ലെ? സഡൻ ഡിപ്പാണ് ക്വഞ്ചിങ്. സോ ആഫ്റ്റർ ക്വഞ്ചിങ്, അപ്പോൾ അത് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിനെക്കാളും കൂടുതലാണ് അല്ലെ? ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൂളിംഗ് റേറ്റിന് താഴോട്ട് മാത്രമേ എന്ത് സംഭവിക്കും? മാർട്ടൻസൈറ്റ് അല്ലെങ്കിൽ ഹാർഡസ്റ്റ് സ്റ്റീൽ നമുക്ക് ഒബ്റ്റെയിൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത് നോക്കിയോ, ഡയറക്റ്റ് ക്വഞ്ച് ചെയ്തു. സോ വാട്ട് വിൽ ഗെറ്റ് അറ്റ് ദിസ് പൊസിഷൻ വി വിൽ ഗെറ്റ് മാർട്ടൻസൈറ്റ്. സോ ഇറ്റ് ഈസ് ഹാവിങ് സർട്ടൈൻ പ്രോബ്ലംസ്. അതിപ്പോ നമ്മൾ പറഞ്ഞ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സോ വി നീഡ് ടു ടേക്ക് ഇറ്റ് ഫോർ ടെമ്പറിങ്. ടെമ്പറിങ് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഭാഗത്ത് ഡോട്ടർ ലൈനാണ് ടെമ്പറിങ് ആണുള്ളത്. അപ്പോൾ ടെമ്പറിങ് വി ആർ ഹീറ്റിംഗ് ഇറ്റ് അഗെയിൻ ടു എ ടെമ്പറേച്ചർ ബിലോ A1 or A3. ഓക്കെ, വി ആർ ഹീറ്റിംഗ് ഇറ്റ് ബട്ട് ബിലോ A1 and A3. എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴേക്ക് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും. വി ആർ ഹീറ്റിംഗ് ഇറ്റ് ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെ? ദിസ് മച്ച് ടെമ്പറേച്ചർ വി ആർ ഹീറ്റിംഗ്. After that we are holding it for a while, and after that we are taking it for air cooling.
അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഹാർഡൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഹാർഡനിങ് ട്രീറ്റ്മെന്റിന് ശേഷം നമുക്ക് ടെമ്പറിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടഫ് ആയിട്ടില്ലേ, കുറച്ചും കൂടി ഡക്റ്റൈൽ ആയിട്ടില്ലേ, ബട്ട് റീറ്റെയിനിങ് ദി സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, അതുപോലത്തെ മെറ്റീരിയൽ നമുക്ക് കിട്ടും. ഓക്കെ. ടെമ്പറിങ് ടെമ്പറേച്ചർ റേഞ്ചസ്. അപ്പോൾ ഈ ടെമ്പറിങ് നമുക്ക് ഡിഫറെന്റ് ടെമ്പറേച്ചർ റേഞ്ചിലേക്ക് നമുക്ക് അതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ ലോ ടെമ്പറേച്ചർ റേഞ്ച്. അപ്പോൾ ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത് 150 to 450 ഡിഗ്രി സെൽഷ്യസ്. എനി ഹൗ ഇറ്റ് വിൽ ബി ബിലോ ദി യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചർ. നമ്മളെ യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും. പക്ഷെ റേഞ്ച് പറയുന്നത് 150 to 450 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ അതിനെ ടെമ്പർ ചെയ്യുന്നത്. ഓക്കെ. ദ ടെമ്പറേച്ചർ വാരീസ് ഫ്രം 150 to നിയർലി 700 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മളെ ഈ 727 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും എപ്പോഴും, അതായത് യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചറിനെക്കാളും താഴെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ. സോ ഡിപ്പെൻഡിങ് ഓഫ് ദി purpose for which this hardened component is to be used, we can vary the temperature. So there are usually 3 range of temperature, like lower, medium, and higher. So when steel is heated to lower temperature, that is from 150 to 250 degrees Celsius, the internal stresses will be removed. Also, the toughness and ductility are increased without any significant loss in hardness. Okay. പക്ഷെ നമ്മൾ ആ ലോവർ ടെമ്പറേച്ചറിലാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി നമുക്ക് ഹാർഡനിങ് പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഫേസ് എന്താണ്? മാർട്ടൻസൈറ്റ് ഫേസ് ആണ്. സോ ഇപ്പൊ കിട്ടിയ മാർട്ടൻസൈറ്റ് ഫേസിന്റെ ഈ പറഞ്ഞ എഫക്ട്സ് ഒക്കെ മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പർ ചെയ്യുന്നത്, അല്ലെ? ബട്ട് ടെമ്പറിങ് ടെമ്പറേച്ചർ എത്രയായിരുന്നു? 150 to 250 ലോവർ ടെമ്പറിങ് ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വെനെവർ വി ആർ യൂസിങ് ദിസ് ലോവർ ടെമ്പറിങ് ടെമ്പറേച്ചർ, ദ ഫേസ് ഈസ് ആക്ച്വലി നോട്ട് ട്രാൻസ്ഫോമിങ്. ഓക്കെ. ആക്ച്വലി നമുക്ക് ഈ ടെമ്പർ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്നതായിരിക്കും യു വിൽ ഗെറ്റ് ദി മാർട്ടൻസൈറ്റ് ഫേസ് ഇറ്റ് സെൽഫ്. അപ്പൊ നമ്മൾ ഇവിടെ ടെമ്പർ ചെയ്യുന്ന നോക്കി നമ്മൾ ടെമ്പറിങ് ടെമ്പറേച്ചർ എത്ര എടുക്കുന്നത്? ടെമ്പറിങ് ടെമ്പറേച്ചർ നമ്മൾ ഈ പറയുന്ന 150 to 250 ഡിഗ്രി സെൽഷ്യസ് എടുത്തു. ദെൻ വി വിൽ ഗെറ്റിംഗ്, അല്ലെ? അപ്പൊ നിയർലി അത് ടെമ്പറേച്ചർ എത്രയും കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് അത് ടെമ്പർ ചെയ്തു. Then we will cool it. So the final microstructure what we will get is also martensite. Okay. Actually ആദ്യം നമ്മൾ കിട്ടിയ മാർട്ടൻസൈറ്റ് തന്നെ ആയിരുന്നു, അല്ലെ? ഹാർഡൻ ചെയ്യുമ്പോൾ നമുക്ക് മാർട്ടൻസൈറ്റ് തന്നെ ആയിരുന്നു. സെക്കൻഡ് ഓൾസോ we will get martensite, but with some improved mechanical properties after tempering. Okay. അപ്പോൾ this type of low temperature tempering is applied to cutting tools, അതുപോലെ alloy, അതായത് കട്ടിംഗ് ടൂൾസ് മെയ്ഡ് ഔട്ട് ഓഫ് ടൂൾ സ്റ്റീൽസ്, ലോ അലോയ് സ്റ്റീൽസ്, ഇതിലൊക്കെയാണ് നമ്മൾ ഈ ലോ ടെമ്പറേച്ചർ ടെമ്പറിങ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് കട്ടിംഗ് ടൂൾസിലാണ്, അല്ലെ? കട്ടിംഗ് ടൂൾസ് ഒക്കെ നമ്മൾ ലോ ടെമ്പറേച്ചർ ടെമ്പർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് 300 to 400 ഡിഗ്രി സെൽഷ്യസ്. സോ ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന മൈക്രോ സ്ട്രക്ചർ, അപ്പൊ 300 to 400 ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഹയർ ടെമ്പറേച്ചറിലേക്ക് പോയി, അല്ലെ? കുറച്ചും കൂടി ഹയർ ടെമ്പറേച്ചറിലേക്ക് പോയി. അന്നേരം നമുക്ക് കിട്ടുന്ന ഫൈനൽ മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർട്ടൻസൈറ്റ് അല്ല, നമുക്കതൊരു പുതിയ ഫേസ് ആണ് കിട്ടുന്നത്. ഓക്കെ. അതായത് മാർട്ടൻസൈറ്റ് കമ്പൈൻഡ് വിത്ത് പേളൈറ്റ് ആയിട്ട് ഒരു പുതിയ ഒരു ഫേസ് അല്ലെങ്കിൽ പുതിയ ഒരു മൈക്രോ സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. അതിന്റെ പേരാണ് ട്രൂ സൈറ്റ്. തൽക്കാലം ഞാൻ T കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ട്രൂ സൈറ്റ് എന്നുള്ള ഒരു പുതിയ മൈക്രോ സ്ട്രക്ചർ ആണ് എനിക്ക് അവിടെ കിട്ടുക. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ടെമ്പറിങ്, ടെമ്പറിങ് ടെമ്പറേച്ചർ യൂഷ്വലി എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് സ്പ്രിങ്സ്, അല്ലെ? വണ്ടി, നമ്മുടെ ഓട്ടോമൊബൈൽ ആക്സിൽസ്, ഹാമേഴ്സ്, ചിസൽസ് എക്സെട്ര. ചിസലൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെ? എവിടെ? വർക്ക്ഷോപ്പിൽ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ മീഡിയം ടെമ്പറേച്ചർ ടെമ്പറിങ് ആണ്. ഓക്കെ. സോ ടെമ്പറിങ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ദി hardening heat treatment process. So materials like hammers, axles, springs, chisels, etc. are taken to medium temperature tempering after hardening process. Okay. And third type of 450 and above. That means tempering കുറച്ചും കൂടി അതിന്റെ ഹയർ ലെവലിലേക്ക് പോയി കംപ്ലീറ്റ്, അല്ലെ? 450 and above. എപ്പോഴും നമ്മൾക്ക് നോക്കി ഇത് എപ്പോഴും ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴേക്ക് മാത്രമാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്നുവെച്ചാൽ 727 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും എപ്പോഴും നമ്മൾ ടെമ്പർ ചെയ്യുന്നത്. അപ്പോൾ നിയർലി 450 ഡിഗ്രി സെൽഷ്യസ് ടു നിയർലി 700 or 650 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹയർ ടെമ്പറേച്ചർ ടെമ്പറിങ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഹയർ ടെമ്പറേച്ചർ ടെമ്പറിംഗിൽ നമ്മൾ കിട്ടുന്നത് മാർട്ടൻസൈറ്റ് ഫേസ് അല്ല, ഇവിടെ കിട്ടുന്നത് വേറൊരു ഫേസ് ആണ്. അതിന്റെ പേരാണ് സോർബൈറ്റ്. ഓക്കെ. തൽക്കാലം എസ് കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു, SO. ഓക്കെ. സോർബൈറ്റ് ഫേസിനെ സംബന്ധിച്ച് സോർബൈറ്റ് ഫേസ് ഇറ്റ് ഇമ്പാർട്സ് ഹൈ ഡക്റ്റിലിറ്റി വിത്ത്
adequate hardness and strength. നമുക്ക് നമ്മളെ ആപ്ലിക്കേഷന് വേണ്ട അനുസരിച്ചുള്ള ടഫ്നെസ് ആൻഡ് ഡക്റ്റിലിറ്റി നമുക്ക് കിട്ടും വിത്ത് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. നമ്മളെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ നമുക്ക് ടെമ്പർ ചെയ്യാൻ വേണ്ടി പറ്റും. യൂഷ്വലി അവർ എഞ്ചിൻ കണക്ടിങ് റോഡ്സ്, ഷാഫ്റ്റ്സ്, ഗിയേഴ്സ് എക്സെട്ര, ദീസ് ഓൾ ആർ ടേക്കൺ ഫോർ ഹയർ ടെമ്പറേച്ചർ ടെമ്പറിങ്. അപ്പൊ നമ്മൾ എന്താ നോക്കിയത്, ടെമ്പറിങ് ഈസ് എ പ്രോസസ് ഓൾവേസ് ഇറ്റ് ഈസ് അക്കമ്പനൈഡ് ബൈ ദി hardening heat treatment process. Tempering is done to remove the internal stresses produced due to hardening, also to improve the toughness and ductility of the material. Okay, so depending on the tempering temperature, there are 3 types of microstructures what we will obtain. First one is low temperature tempering. Hardening we will get martensite itself. Okay, but with an improved mechanical properties. Second, 300 to 450 degrees Celsius, we will get a final microstructure, which is a combination of martensite and perlite. So that is called, that is named as truecite. But truecite microstructure. Okay. The third type, at higher temperature, above 450 degrees Celsius, we will get a final microstructure, which is called as sorbite. Okay. ഈ പേരുകളൊന്നും കൺഫ്യൂസ്ഡ് ആയിക്കൂടാ. At low temperature tempering from 150 to 250 degrees Celsius, internal stresses are removed and the microstructure is martensite. Toughness and ductility are increased without significant loss in hardness. Example ആയിട്ട് പറഞ്ഞ എന്തായാലും cutting tools, അതാണ് example. And the median temperature is from 300 to 450 degrees Celsius. Here the microstructure is truecite. Truecite അല്ല, truecite ആണ്, TROOSITE. truecite ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന phase. So എന്താണ്, decreased in hardness and strength, then increase in ductility is applied to components like springs, axles, hammers, chisels, etc. And third type of tempering നമ്മൾ കിട്ടുന്ന sorbite ആണ്. So here we are getting high ductility with adequate hardness and strength. എവിടെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നത്? എഞ്ചിൻ കണക്ടിങ് റോഡ്സ്, എഞ്ചിൻ ഷാഫ്റ്റ്സ്, എഞ്ചിൻ ഗിയേഴ്സ്. ഓക്കെ, ഗിയേഴ്സ്, എഞ്ചിൻ ഷാഫ്റ്റ്സ്, എഞ്ചിൻ കണക്ടിങ് റോഡ്സ്, ഇവിടെയൊക്കെയാണ് ടെമ്പറിങ്ങിന്റെ, ഈ ഹൈ ടെമ്പറേച്ചർ ടെമ്പറിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കി 3 ടൈപ്സ് ഫേസ് ഉണ്ട്. മാർട്ടൻസൈറ്റ് ഉണ്ട്, ട്രൂസൈറ്റ് ആൻഡ് സോർബൈറ്റ്. ഡിഫറെന്റ് ടെമ്പറേച്ചർ നമുക്ക്. Another type of heat treatment classification ആണ് isothermal heat treatment. ഓക്കെ, isothermal heat treatment ആണ് വേറൊരു ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ക്ലാസിഫിക്കേഷൻസ്. അതിൽ വരുന്ന കോമൺലി അതിൽ വരുന്ന 2 ടൈപ്സ് ആണ് ഓസ്റ്റെമ്പറിങ് ആൻഡ് മാർടെമ്പറിങ്. ഓക്കെ, അത് കൂടാണ്ട് തേർഡ് ടൈപ്പ് ഉണ്ട് ഓസ്ഫോമിങ് ഓൾസോ. ഓസ്റ്റെമ്പറിങ്, മാർടെമ്പറിങ് ആൻഡ് ഓസ്ഫോമിങ്. ഫസ്റ്റ് നമുക്ക് ഓസ്റ്റെമ്പറിങ് നോക്കാം. ഫിഗർ നമുക്ക് നോക്കിയാൽ അറിയാം. ആക്ച്വലി ഓസ്റ്റെമ്പറിങ്ങിൽ ഫിഗർ കാണാം. നമുക്ക് നമ്മൾ ഹാർഡനിങ് പ്രോസസ്സിന്റെ ഫിഗർ നമ്മൾ നോക്കിയതാണല്ലോ. ഹാർഡനിങ് പ്രോസസ്സിൽ ക്വഞ്ചിങ് ആണ് നമ്മൾ ചെയ്തത്. This is Ostembering process. So this is a special heat treatment process in which austenite is transformed into bainite. Austenite നമ്മൾ bainite ആയിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമുക്കറിയാം bainite നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? നമുക്കറിയാം CC കർവ് ഉണ്ടല്ലോ. CC കർവിന്റെ നോസ് എവിടെ വരുന്നത്? ഓൾമോസ്റ്റ് 540 ഡിഗ്രി സെൽഷ്യസ് ആണ് നോസ് അല്ലെ. CC കർവിന്റെ മുകളിലോട്ടേക്ക് എന്താണ്? മുകളിലോട്ടേക്കുള്ള കർവിൽ എപ്പോഴും എന്താണ്? ഇവിടുന്ന് പേർലൈറ്റ് ഫോർമേഷൻ എൻഡ്സ്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് പേർലൈറ്റ് ഫോർമേഷൻ ആണ് കിട്ടുന്നത് ഈ ഭാഗത്ത്. ഓക്കെ, ബട്ട് ബിലോ ദാറ്റ് 540 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ ദ നോസ് ഓഫ് ദ CC കർവ്, whenever we cross the CC curve, we are getting what? Bainite. B. So here it will be the bainite start and here it will be the bainite stop or finish. Okay, അത് ഓൾറെഡി നമ്മൾ TTT കർവ് നോക്കുമ്പോൾ CCC കർവ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ CCT കർവ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയതാണ്. ഓക്കെ, in this type of ostembering, since the transformation occurs at a constant temperature, it is also known as isothermal quenching or isothermal hardening. Okay, ostembering എന്താണ്? അതിനെ isothermal quenching എന്ന് പറയും, isothermal hardening എന്ന് പറയും അല്ലെ. അപ്പോൾ ഇത് സാധാരണയായിട്ട് നമ്മൾ സ്പ്രിങ്സ് ഒക്കെ ടെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസ്റ്റെമ്പറിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താ സ്റ്റീലിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. എവിടത്തേക്കാ?
ഓസ്നൈറ്റൈസിങ് ടെമ്പറേച്ചർ അല്ലെ, ഈ 727 മുകളിലൊക്കെ എന്തായിരിക്കും അത് സ്റ്റേബിൾ ഓസ്നൈറ്റ് റീജിയൻ ആണ് അല്ലെ. സോ വി വിൽ ഹീറ്റ് ദ സ്റ്റീൽ അബവ് ദ ഓസ്നൈറ്റൈസിങ് ടെമ്പറേച്ചർ. ആഫ്റ്റർ ദാറ്റ് വാട്ട് യു ആർ ഡൂയിങ്, ഇറ്റ് ഈസ് ദെൻ quenched ടു എ മോൾട്ടൺ സാൾട്ട് ബാത്ത് ഓർ എ സൊല്യൂഷൻ ബ്രൈൻ ഓർ വാട്ടർ അല്ലെ. അപ്പൊ നമ്മൾ ഓസ്നൈറ്റൈസിങ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തു, നമ്മൾ അതിനെ quench ചെയ്തു അല്ലെ, ബൈ ഡിപ്പിംഗ് ഇറ്റ് ഇൻ ടു എ മോൾട്ടൺ സാൾട്ട് ബാത്ത്. അപ്പൊ നമ്മൾ quench ചെയ്ത് നോക്കി, നേരത്തെ quench ചെയ്ത പോലെ അല്ല അല്ലെ. quenching ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയ ഓൾമോസ്റ്റ് 350 400 ആ റേഞ്ചിലാണ് അല്ലെ, 200 to 300 ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ അതിനെ ആ ടെമ്പറേച്ചറിലേക്കാണ് quench ചെയ്യുന്നത്. സോ ദിസ് quenching media, that is this molten salt bath, will be maintained at a constant temperature. Okay, which is maintained at a constant temperature at 200 to 400 degrees Celsius. എന്താണ് ഈ ടെമ്പറേച്ചർ പ്രത്യേകത? That temperature is below the 540 degrees Celsius അല്ലെ. That means that temperature is in the bainite formation region. അപ്പോൾ bainite formation regionിലുള്ള ഒരു ടെമ്പറേച്ചർ ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. So that salt bath will be maintained at a particular temperature ranging 200 to 400 degrees Celsius. എന്ന് വെച്ചാൽ 200 to 400 അത് വേരി ചെയ്യില്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഫോർ എക്സാമ്പിൾ 350 ആണെന്ന് വിചാരിക്കാം, 350 ഡിഗ്രി സെൽഷ്യസിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഹോൾഡ് ഇറ്റ് ഫോർ എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം അല്ലെ. അപ്പൊ നമ്മൾ സഡൻ quench ചെയ്തു, quench ചെയ്യുമ്പോൾ എന്താവും, അതിന്റെ ഓസ്നൈറ്റ് എന്തായി മാറും, quench ചെയ്യുമ്പോൾ അത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടി തുടങ്ങും അല്ലെ, അത് കൂൾ ചെയ്യാം അല്ലെ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടി തുടങ്ങും. സോ നോക്കിയാൽ വി വിൽ ഹോൾഡ് ഇറ്റ്. സോ ഇവിടുന്ന് എന്താണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു പോയി. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ എന്താവും, ഈ ഒരു പോയിന്റ് ആകുമ്പോൾ ബൈനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു ഫോർമേഷൻ പോയിന്റ് ആകുമ്പോഴത്തേക്ക് ബൈനൈറ്റ് ഫോർമേഷൻ എൻഡ് ചെയ്തു അല്ലെ. So at this position we will get it complete bainite. Here position is complete bainite. After that we will cool it. Slowly, air cooling. So final microstructure will be bainite. Okay. So on quenching from austenite range to bainite range, there will be no transformation. അത് നോക്കി ഓസ്നൈറ്റ് എന്ന് bainite range പറയുന്നത് ബിലോ 540 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? There is no transformation അല്ലെ, അവിടെയൊക്കെ ഓസ്നൈറ്റ് തന്നെയാണ് ഈ ഒരു റീജിയൻ, quench ചെയ്യുന്ന റീജിയൻ. Okay, when the carbon is kept in bainitic transformation range for sufficient time, the austenite gets transformed completely into bainite അല്ലെ, lower bainite or acicular bainite. അത് depends on that temperature, അത് ഏത് bainite ആണ് ആ bainite formation നടക്കുന്നത്. The transformation product has better mechanical properties than tempered martensite. Tempered martensite ആണ് നമുക്ക് ടെമ്പറിങ് ചെയ്യുമ്പോൾ കിട്ടിയല്ലേ, അതിനേക്കാളും ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും നമുക്ക് ഓസ് ടെമ്പർ ചെയ്ത മെറ്റീരിയലിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൂളിംഗ് റേറ്റ് ആണ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് quench ചെയ്യുമ്പോൾ കൂളിംഗ് റേറ്റ് അല്ലെ, കൂളിംഗ് റേറ്റ് ഫോർ ദ ഫസ്റ്റ് quench. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എത്രയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്കിത് ബൈനൈറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കൂളിംഗ് റേറ്റ് നോക്കി ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്. ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിനെക്കാളും കൂടിയാൽ മാത്രമേ നമുക്ക് ആദ്യം ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ അല്ലെ. ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു എറോ മാർക്ക് ഇട്ട പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ദ ടെമ്പറേച്ചർ ഷുഡ് ബി ഫസ്റ്റർ ദാൻ ദി ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്. കാരണം ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഫസ്റ്റ് തന്നെ ഇവിടെ ബൈനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് കളയും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഓസ് ടെമ്പറിങ്. ഓക്കെ, സെയിം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓർ ദ സൈക്കിൾ, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സൈക്കിൾ ഫോർ ഓസ് ടെമ്പറിങ്. ഓക്കെ, initially we are heating the steel to the austenitizing temperature, and we are holding it there for full steel to convert into austenite range. After that we are quenching, but we are not quenching into the room temperature, we are quenching it to a particular temperature, for example for say 350 degrees Celsius. Okay, and this temperature should be in the bainite formation range. That means it should be below 540 degrees Celsius. Okay, and it should be above the martensite formation range അല്ലെ. ബിലോ ഒരു 150 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയാലും അത് മാർട്ടൻസൈറ്റ് ആയി കളയും. സോ 200-നേക്കാളും മുകളിലായിരിക്കണം, 500-നേക്കാളും താഴെ ആയിരിക്കണം സച്ച് എ ടെമ്പറേച്ചർ അല്ല. അപ്പൊ നമ്മളെ ഈ quenching medium, we will maintain that quenching medium at this particular temperature and we will quench it to that temperature. After that we will hold അല്ലെ. ആ ഹോൾഡിംഗ് ടൈമിലാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, ഓസ്നൈറ്റ് ഫേസ് വിൽ ബി, ഇവിടെ നിന്ന് എന്താണ് ഇത് ഓസ്നൈറ്റ് ആയി, ഇവിടെ അത് ഓസ്നൈറ്റ് തന്നെയാണുള്ളത് അല്ലെ. ഈ പൊസിഷനിലും അത് ഓസ്നൈറ്റ് ആണുള്ളത്, ഈ പൊസിഷനിലും ഓസ്നൈറ്റ് ആണുള്ളത്.
while holding it for giving it sufficient time, it will convert into the bainate ആയിട്ട് മാറി. After that, we will cool it, air cooling. So this is the process in hot tempering. Similarly, in hot tempering, another process on mar tempering. Mar tempering is also called mar quenching. Okay, mar quenching means നിങ്ങൾക്ക് ചോദിക്കാം what is mar quenching? Mar quenching means it is mar tempering itself. ഓക്കെ, ഇപ്പോൾ ഹോട്ട് ടെമ്പറിംഗിൽ നമുക്ക് കിട്ടിയത് ബെയ്നൈറ്റ് ഫേസ് ആണെങ്കിൽ മാർ ടെമ്പറിംഗിൽ നമുക്ക് കിട്ടുന്നത് മാർട്ടൻസൈറ്റ് ഫേസ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. മാർ ടെമ്പറിംഗിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? മാർട്ടൻസൈറ്റ് ഫേസ് ഫോർ മാർ ടെമ്പറിംഗ് MM ആണ്, അത് നോക്കണം. ബട്ട് നമുക്ക് ഹോട്ട് ടെമ്പറിംഗിൽ നമുക്ക് കിട്ടുന്നത് ബെയ്നൈറ്റ് ഫേസ് ആണ്, AB. അതങ്ങനെ ആലോചിച്ച് നോക്കുക. ഹോട്ട് ടെമ്പറിംഗിൽ നമുക്ക് കിട്ടുന്നത് ബെയ്നൈറ്റ് ഫേസ് ആണ്, മാർ ടെമ്പറിംഗിൽ നമുക്ക് കിട്ടുന്നത് മാർട്ടൻസൈറ്റ് ഫേസ് ആണ്. ഓക്കെ, so here the component is slowly cooled through the martensite transformation range. Purpose is to harden steel, minimizing the distortion, cracking and residual stresses. ഇപ്പോൾ മാർ ടെമ്പറിംഗ് നമ്മൾ ടെമ്പറിംഗ് ചെയ്ത പോലെ മാർ ടെമ്പറിംഗ് നമ്മൾ മാർ ടെമ്പറിംഗിന്റെ ഫിഗർ ആണ് കാണിക്കുന്നത്. മാർ ടെമ്പറിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അതിന്റെ മാർട്ടൻസൈറ്റ് റേഞ്ചിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്തു അല്ലെ, ഡയറക്ട്ലി മാർട്ടൻസൈറ്റ് റേഞ്ചിലേക്ക് നമ്മൾ കഞ്ച് ചെയ്തു. ബട്ട് ഹിയർ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ മാർട്ടൻസൈറ്റ് റേഞ്ചിലേക്ക് കഞ്ച് ചെയ്യുന്നില്ല അല്ലെ. മാർട്ടൻസൈറ്റ് റേഞ്ച് എവിടെയാണ്? ഇവിടെ കാണിക്കുന്ന ഡോട്ടഡ് ലൈൻ, ഇപ്പൊ ഞാൻ കാണിക്കുന്ന ലൈനാണ് മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ലൈൻ. താഴത്തെ ലൈനാണ് മാർട്ടൻസൈറ്റ് 90% മാർട്ടൻസൈറ്റ് ഉണ്ടാകുന്ന ലൈൻ. അതിന്റെ താഴെയാകുമ്പോൾ അതെന്താണ്? കംപ്ലീറ്റ് മാർട്ടൻസൈറ്റ് ഫോർമേഷൻ. ബട്ട് വാട്ട് വി ആർ നോട്ട് കഞ്ചിങ് ഇറ്റ് ഇൻ ടു ദി martensite formation range. Instead, we are quenching it to a temperature just above the martensite formation range. നോക്കിയാൽ നമ്മൾ quench ചെയ്തു. quench ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ സ്റ്റീലിനെ ഹീറ്റ് ചെയ്തിട്ട് ഓസ്റ്റനേറ്റ് റീജിയനിലേക്ക് ഹീറ്റ് ചെയ്തു. ആഫ്റ്റർ ഹോൾഡിങ് ഇറ്റ് സെക്കൻഡ് ഫിഗർ ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്തു. ഓസ്റ്റനേറ്റ് റേഞ്ച് ആണ് ഇവിടെയൊക്കെ. അവിടെ നമ്മൾ കംപ്ലീറ്റ് മെറ്റീരിയൽ ഓസ്റ്റനേറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ ഓസ്റ്റനേറ്റ് ആണ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ quench അല്ലെ. quench ചെയ്തിട്ട് നമ്മളത് മാർട്ടൻസൈറ്റ് സ്റ്റാർട്ടിന്റെ താഴേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഗാമ ഫേസ് തന്നെയാണുള്ളത് നമുക്ക് അല്ലെ. മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഓസ്റ്റനേറ്റ് ഫേസ് തന്നെയാണുള്ളത്. ആഫ്റ്റർ ദാറ്റ് വി ആർ ഹോൾഡിങ് ഇറ്റ് അല്ലെ. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കംപ്ലീറ്റ് ഭാഗത്തേക്കും ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. നമ്മൾ quench ചെയ്തതാണ് അല്ലെ. quench ചെയ്യുമ്പോൾ നമുക്കറിയാം, quench ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഔട്ടർ സർഫേസ് മാത്രം ആദ്യം സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇന്നർ സർഫേസിനെക്കാളും. ഇന്നർ സർഫേസിലേക്ക് ഈ സോളിഡിഫിക്കേഷൻ എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് സഫീഷ്യന്റ് ടൈം കൊടുക്കണം അല്ലെ. അപ്പൊ ഇന്നർ സർഫേസിലേക്ക് ഈ സോളിഡിഫിക്കേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ മാർട്ടൻസൈറ്റ് റേഞ്ച് ക്രോസ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ഔട്ടർ സർഫേസ് മാത്രം എന്ത് സംഭവിക്കും? ദേ വിൽ ഫോം മാർട്ടൻസൈറ്റ്. So once martensite is formed, what they will contract, അല്ലെ. But the inner surface, inner area, inner volume will be still in the expansion phase. So അങ്ങോട്ടും ഇങ്ങോട്ടും reversed stresses ഉണ്ടാവും, residual stresses form ചെയ്യും. But here martensite phase ഉണ്ടാവാൻ വേണ്ടി നമ്മൾ വിടുന്നില്ല. Just above the martensite start region, we will stop the quenching. We will fix the quenching temperature. അവിടെ നമ്മൾ എന്ത് ചെയ്തു? We are holding it. ഹോൾഡ് ചെയ്യുമ്പോൾ എന്തായും കംപ്ലീറ്റ് മെറ്റീരിയലും എന്തായി മാറും? കംപ്ലീറ്റ് മെറ്റീരിയലിലേക്കും ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. സ്ലോ അവിടെ ഹോൾഡ് ചെയ്യുന്ന അത്രയും സമയം കംപ്ലീറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിന് പോസിബിൾ ആവും. ആഫ്റ്റർ ദാറ്റ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ ബെയ്നേറ്റ് അല്ലെ, നമ്മൾ ബെയ്നേറ്റ് സ്റ്റാർട്ടിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ എത്തിയാലേ ബെയ്നേറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എയർ കൂൾ ചെയ്യും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ കിട്ടും. ഫൈനലി നമുക്ക് മാർട്ടൻസൈറ്റ് തന്നെയാണ് കിട്ടുന്നത്, ബട്ട് വിത്ത് ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോ ശരിക്കും മാർ ടെമ്പറിംഗ് എന്താ സംഭവിക്കുന്നത്? The component is slowly cooled through the martensite transformation range. The component is slowly cooled through the martensite transformation range. The purpose is to harden steel, minimizing the distortion, cracking and residual stresses which may occur during hardening process. Okay. അപ്പൊ എപ്പോഴും നോക്കിയാൽ ഈ ഇത് നമ്മൾ മാർ ടെമ്പറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പർ ചെയ്യുന്നുണ്ട്. ഓക്കെ, so mar tempering is also followed by tempering. Okay, അപ്പോ 2 ഫേസ് കൂളിംഗ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് ഫേസ് കൂളിംഗിൽ ഓസ്റ്റനേറ്റ് പേർലൈറ്റ് ആയിട്ടൊന്നും ട്രാൻസ്ഫോം ചെയ്തില്ല. സെക്കൻഡ് ഫേസ് കൂളിംഗിൽ എന്താണ്? നമ്മൾ ഹോൾഡ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് ഫേസ് കൂളിംഗിലേക്ക് കൊണ്ടുപോകണം അല്ലെ. സോ ഇറ്റ് വിൽ അവോയ്ഡ് എക്സസീവ് റെസിഡ്യൂവൽ സ്ട്രെസ്സസ് അല്ലെ. നമ്മൾ ഹാർഡനിങ്ങിൽ കിട്ടിയ പോലെ എക്സസീവ് റെസിഡ്യൂവൽ സ്ട്രെസ്സസ് ഈ കേസിൽ ഉണ്ടാവില്ല. തേർഡ് ടൈപ്പ് ഓഫ് ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഓസ് ഫോമിങ്. നമ്മളിപ്പോ ഹോസ് ടെമ്പറിംഗ് ആൻഡ് മാർ ടെമ്പറിംഗ് പഠിച്ചത് രണ്ടും
ഐസോതെർമൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. അപ്പൊ അതിലുള്ള ഒരു ഡിഫറെന്റ് സ്പെഷ്യൽ ഒരു പ്രോസസ് ആണ് ഓസ്ഫോമിങ്. സോ ഓസ്ഫോമിങ് ഈസ് എ തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്. എന്താണ് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്? തെർമൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ സ്ട്രക്ചർ മാറ്റുന്ന, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ മൈക്രോ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്ന നമ്മൾ തെർമൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നല്ല. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഒക്കെ എന്താണ്? അതെല്ലാം ഹീറ്റ് വെച്ചുള്ള തെർമൽ ട്രീറ്റ്മെന്റ്സ് ആണ്. മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് എന്താണ്? നമ്മൾ മെക്കാനിക്കൽ ഇമ്പാക്ട് ഫോഴ്സ്, മെക്കാനിക്കൽ ലോഡ് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ സ്ട്രക്ചർ, കോൾഡ് വർക്കിംഗ് പ്രോസസ് ചേഞ്ചിങ് ദ ഫോം ഓഫ് ദി ഒബ്ജക്ട്സ്, നമ്മൾ ഫോർജിങ് ഓപ്പറേഷൻ, ഫോമിംഗ് ഓപ്പറേഷൻ, ഇതൊക്കെ നമ്മൾ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റോ തെർമൽ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബോത്ത് ആർ ടേക്കിംഗ് പ്ലേസ് ഹിയർ അല്ലെ. ഓസ്ഫോമിംഗ് ഈസ് ഓൾസോ നോൺ ആസ് low temperature thermomechanical treatment, which involves the deformation of austenite in the metastable region of the PTT diagram. A thermomechanical treatment is carried out by simultaneous application of heat and a deformation process to an alloy in order to change its shape and refine the microstructure. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? തെർമൽ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു അലോയ്, ഒരു സ്റ്റീലിന് നമ്മൾ ആ ട്രീറ്റ്മെന്റ് ഇടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മെക്കാനിക്കൽ ട്രീറ്റ്മെന്റും ചെയ്യും. അഗെയിൻ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ എ തെർമൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇന്റർമീഡിയന്റ് ആയിട്ട് ഈ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സോ വാട്ട് വി ആർ ഗെറ്റിംഗ്, ചില ആപ്ലിക്കേഷൻ വേണ്ട ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഇങ്ങനത്തെ ഇതുപോലത്തെ ഓസ്ഫോമിംഗ് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സ്റ്റീൽ ഈസ് ഹീറ്റഡ് ടു ഓസ്മറ്റൈസിംഗ് ടെമ്പറേച്ചർ ആൻഡ് ദെൻ conducted to the metastable region where plastic deformation is carried out without allowing transformation to take place. അപ്പോൾ ഇത് ട്രാൻസ്ഫോം ആവുന്നതിന് മുമ്പ് തന്നെ, അതായത് തെർമൽ ട്രീറ്റ്മെന്റ് ഇടയിൽ തന്നെ നമ്മൾ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യുന്നു. സോ അതിന്റെ ഫിഗർ നമുക്ക് കാണാം. ഇനീഷ്യലി നമ്മൾ ഈ ഓസ്മറ്റൈസിംഗ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തു. ഓക്കെ, then we are holding it in the ostenitizing temperature. After that we are quenching to a particular temperature. Once quenched അല്ലെ, അവിടുന്ന് quench ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? We are doing the mechanical treatment, deformation സംഭവിക്കുന്നു അല്ലെ. So after the mechanical treatment, again we are doing the thermal treatment. We are cooling it in air. After that we are taking it to tempering. So ഇതുപോലെ ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള തെർമൽ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഓസ്ഫോമിംഗ് ചെയ്യുന്നത് to improve the property. The osphoming process, when applied to suitable steel, increases the strength without adverse effect on ductility and toughness. അപ്പോൾ നമുക്ക് increase in strength ആണ് നമുക്ക് ഓസ്ഫോമിംഗിൽ കിട്ടുന്നത്, and it will not affect the ductility and toughness. So, and osphoming has provided some of the strongest, toughest steels so far produced, with the added advantage of very good fatigue resistance. One more point എന്താണ്? It will impart very good fatigue resistance. Typical applications have included parts for undercarriages of aircraft, special springs and bolt. The special materials നമുക്ക് ഓസ്ഫോമിംഗ് ട്രീറ്റ്മെന്റ് വഴി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആലോചിക്കുക, ഓർമ്മിക്കുക, ഓസ്റ്റംബറിംഗ്, മാട്ടംബറിംഗ് പോലെ തന്നെ one more process is there. It is osphoming. It is a thermomechanical treatment process. Okay, isothermal heat treatment process ആണ് ഓസ്റ്റംബറിംഗ് ആൻഡ് മാട്ടംബറിംഗ്. അപ്പൊ ഇത് ഇപ്പോ കാണുന്ന ഗ്രാഫ് ഇറ്റ് ഇസ് എ കമ്പാരിസൺ ഓഫ് ദ ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. നമ്മളിപ്പോ നോക്കിയ ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസിന്റെ ഒരു കമ്പാരിസൺ ആണ്. അനീലിംഗ് നമ്മൾ ഫസ്റ്റ് നോക്കി. അനീലിംഗിൽ എന്താണ്? ഇനീഷ്യൽ മൈക്രോ സ്ട്രക്ചർ എന്താണ്? അനീലിംഗിൽ നമ്മൾ അതിനെ ഓസ്നൈറ്റ് റേഞ്ചിലേക്ക് ഹീറ്റ് ചെയ്തു അല്ലെ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ഫോർ ഫർണസ് കൂളിംഗ്. ഫർണസ് കൂളിംഗ് അല്ലെ, അനീലിംഗിൽ സ്ലോ കൂളിംഗ് ആണ് ചെയ്തത്. നമുക്ക് ഫൈനലിൽ കിട്ടുന്ന മൈക്രോ സ്ട്രക്ചർ എന്താണ്? പേർലൈറ്റ് ആയിരുന്നു. നോർമലൈസിംഗ് എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എയർ കൂളിംഗ് ആണ് അല്ലെ, കുറച്ചും കൂടി ഫാസ്റ്റർ കൂളിംഗ് ആണ്. ഫർണസ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോ കൂളിംഗ് ആണ് അല്ലെ. നോർമലൈസിംഗ് വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ എ എയർ കൂളിംഗ് ഓർ ഇറ്റ് ഈസ് ഫാസ്റ്റർ കൂളിംഗ് കമ്പയർഡ് ടു അനീലിംഗ്. There also we are getting pearlite, but because it is faster cooling, we will get a fine pearlite there. In annealing, we are getting coarse pearlite. After that, hardening. Hardening എന്താ നമ്മൾ ചെയ്യുന്നത്? ആക്ച്വലി കൂളിംഗ്, വെരി ഫാസ്റ്റ് കൂളിംഗ് അല്ലെ. ഇപ്പൊ കൂളിംഗ് റേറ്റ് നോക്കിയാൽ തലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആദ്യം ഫർണസ് കൂളിംഗ് ആയിരുന്നു, annealing, normalizing it is air cooling, and hardening it is a rapid cooling. It is called quenching. So the final phase is obtained is Martensite phase. Final phase obtained is Martensite phase. So hardening it will be followed by tempering process. Tempering process il nammal three bands of cooling range undale. So we will get Martensite aanu kittunnathu. Namukku avade true sided sorbate ennu rendu phase um koodi kittunnathu nammal noki tempering il, because three range of temperatures undu. Adanusarichu namukku
ഡിഫറെന്റ് ഫേസസ് കിട്ടും. മാർട്ടൻസൈറ്റ് കിട്ടാം, ട്രൂസൈറ്റ് കിട്ടാം, സോർബൈറ്റ് കിട്ടാം. ദെൻ ഐസോതെർമൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സായ ഓസ് ടെമ്പറിങ് ആൻഡ് മാർട്ട് ടെമ്പറിങ് അല്ലെ, അവിടെയും എന്താണ് ഓസ്റ്റേറ്റ് ഫേസിലേക്ക് ഹീറ്റ് ചെയ്തു. ഓസ് ടെമ്പറിംഗിൽ എന്താ, ബോത്ത് വി ആർ ഡൂയിങ് ഇറ്റ് ആസ് ഇന്ററപ്റ്റഡ് ക്വഞ്ച് അല്ലെ, ആദ്യം ക്വഞ്ച് ചെയ്തു, ദെൻ ഹോൾഡിങ്, ദെൻ അഗൈൻ ക്വഞ്ചിങ്. ഓസ് ടെമ്പറിംഗിൽ എന്താണ് ഫൈനൽ ഫേസ് കിട്ടിയത് ബെയ്നൈറ്റ് ഫേസ് ആണ്. ആൻഡ് മാർട്ട് ടെമ്പറിംഗ് ഓൾസോ വി ആർ ഡൂയിങ് ഇന്ററപ്റ്റഡ് ക്വഞ്ചിങ്. ഫൈനലി വി ആർ ഗെറ്റിംഗ് മാർട്ടൻസൈറ്റ് ഓർ ടെമ്പേർഡ് മാർട്ടൻസൈറ്റ്. അപ്പൊ ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് എല്ലാം കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹാർഡനബിലിറ്റി. ഓക്കെ, ഹാർഡനബിലിറ്റി. സോ നമുക്കറിയാം ഹാർഡനിങ് പ്രോസസ് ചെയ്താൽ എന്താവും, സ്റ്റീൽ ഹാർഡൻ ആവും അല്ലെ. ഹാർഡനിങ് പ്രോസസ് സ്റ്റീൽ ഹാർഡൻ ആവും. അഗൈൻ ദിസ് ഹാർഡ്നെസ് വിൽ ഡിക്രീസ് അലോങ് ദ ക്രോസ് സെക്ഷൻ. ഹാർഡ്നെസ് വിൽ ഡിക്രീസ് അലോങ് ദ ക്രോസ് സെക്ഷൻ. ഒരു സ്റ്റീൽ റോഡാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് വിചാരിക്കാം. ഓക്കെ, അതിന്റെ സൈഡ് വ്യൂ, അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മൾ ഇതിനെ ഹാർഡൻ ചെയ്യുകയാണെങ്കിൽ നോക്കി, ഈ ഒരു സർക്കിൾ, ഈ ഒരു തിക്നെസ്സിൽ മാത്രമായിരിക്കും അതിന്റെ ഹാർഡ്നെസ് ഉണ്ടാകുന്നത് അല്ലെ. ഈ ഒരു തിക്നെസ്സിൽ, ഈ ഒരു തിക്നെസ്സിൽ മാത്രം അത് ഹാർഡൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ അതിന്റെ ഔട്ടർ പെരിഫറൽ ഏരിയയിലേക്കും ഹാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ഇന്നർ കോർ. അപ്പൊ ഇന്നർ കോർ ചിലപ്പോൾ ഔട്ടർ സർഫസിന്റെ അത്രയും ഹാർഡൻ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ഡിക്രീസസ് അലോങ് ദ ക്രോസ് സെക്ഷൻ. സോ വാട്ട് ഈസ് ഹാർഡനബിലിറ്റി? It is the ability of the steel to develop a hardened layer across the cross section, or it is a measure of the thickness of steel that can be hardened by quenching. നമുക്ക് quenchingൽ എത്ര തിക്നെസ് ഹാർഡൻ ചെയ്യാം, ആ ഒരു മെഷറിനെയാണ് നമ്മൾ ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. or it can be defined as it is a qualitative measure of the rate at which hardness decreases with the distance from the surface of a hardened specimen due to decreased martensite content. അപ്പൊ ഹാർഡൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് എന്താണ്, മാർട്ടൻസൈറ്റ് ആണ്. അപ്പൊ മാർട്ടൻസൈറ്റ് കണ്ടന്റിന്റെ എമൗണ്ട് അല്ലെങ്കിൽ മാർട്ടൻസൈറ്റ് കണ്ടന്റ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എത്രയാണ് അതിന്റെ ഹാർഡനബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദ റേറ്റ് അറ്റ് വിച്ച് ഹാർഡ്നെസ് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓഫ് എ ഹാർഡൻ സ്പെസിമെൻ. സോ എ മെറ്റീരിയൽ is said to have good hardenability when the decrease in hardness towards center is very low. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹാർഡനബിലിറ്റി നമുക്കറിയാം. ഇപ്പൊ ഞാൻ വരച്ച റോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ സർഫസിൽ ഹാർഡൻ ഉണ്ടാവും. നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ആ ഹാർഡ്നെസ് ഏത് തോതിലാണ്, അതിന്റെ റേറ്റ് ഓഫ് ഡിക്രീസ് നോക്കിയിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം മെറ്റീരിയലിന് ഗുഡ് ഹാർഡനബിലിറ്റി ഉണ്ടോ ഇല്ലയോ. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ഇൻ ഹാർഡ്നെസ് വെരി ലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് മെറ്റീരിയൽ ഇസ് ഹാവിംഗ് ഗുഡ് ഹാർഡനബിലിറ്റി. അഗൈൻ a good hardenability means that even thicker sections can be uniformly hardened. ഒരു മെറ്റീരിയലിന് ഗുഡ് ഹാർഡനബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയലിന്റെ തിക്കർ സെക്ഷൻസും നമുക്ക് യൂണിഫോം ആയിട്ട് ഹാർഡൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അഗൈൻ അലോയിങ് ഹാസ് ഗോട്ട് എ വെരി ഗുഡ് എഫക്ട് ഓൺ ഹാർഡനബിലിറ്റി. ഹാർഡനബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ മെറ്റീരിയലിനെയും കൊഞ്ച് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതിനാണ് ജൊമിനി ആൻഡ് കൊഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് is a popular method to determine hardenability of steel. Specimen heated above the austenitizing temperature for a specified period of time. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിൽ നമ്മളുള്ള സ്പെസിമെൻ, ഓക്കെ, നമ്മളിപ്പോ ഫിഗറിൽ കാണുന്ന പോലുള്ള സ്പെസിമെൻ ആണ്. 25.4 mm ഡയ, 100 mm ലെങ്ത് ഉള്ള ഒരു സ്പെസിമെൻ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ the specimen is heated above the austenitizing temperature for a specified period of time. After that, it is removed from the furnace and quickly transferred to a fixture. The lower end of the specimen is quenched by a jet of water. Okay. നമ്മളൊരു സ്പെസിമെൻ വെച്ചിട്ട് ഈ ജൊമിനി അഞ്ച് കോൺടെസ്റ്റിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷൻ അടുത്ത പീരീഡിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്.